ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപാളയം ഞെട്ടിയത് ധർമ്മടത്ത് ഇടയ്ക്ക് ക്യാപ്റ്റന് കാലിടറിയതാണ്. UDFിലെ VP അബ്ദുൾ റഷീദാണ് 6 റൗണ്ട് വരെ പിണറായി വിജയനെ വിറപ്പിച്ചത്. പിന്നീട് പേരാമ്പ്രയിൽ ഇടതിന് പ്രഹരമേറ്റു. ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയോട് LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ തോൽവി നേരിട്ടു. പിന്നീട് മന്ത്രിമാരുടെ ഊഴമായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ V ശിവൻകുട്ടിയെ വെട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു. 1/4 നൂറ്റാണ്ട് ജനപ്രതിനിധിയായി തുടർന്ന പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് കാലിടറിയത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മുമ്പിലാണ്. ആറന്മുളയിലെ വോട്ടെണ്ണുമ്പോൾ ഒരു റൗണ്ടിൽ പോലും വീണ ജോർജിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെ അബിൻ വർക്കി നേടിയത് അസാമാന്യ ജയമാണ്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷിനോട് VN വാസവൻ തോൽവി വഴങ്ങി. ഇടുക്കിയിൽ റോയ് K പൗലോസ് റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R ബിന്ദു തോറ്റു. കടുത്ത മത്സരം അതിജീവിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന P രാജീവും ഒടുവിൽ കളമശ്ശേരിയിൽ കാലിടറി. തിരിച്ചുപിടിച്ച തൃത്താലയിൽ MP രാജേഷ് പിന്നെയും VT ബൽറാമിനോട് തോറ്റു. മണ്ഡലം മാറി മത്സരിച്ച V അബ്ദുറഹ്മാൻ തിരൂരിൽ പരാജയപ്പെട്ടു. എക്കാലവും NCPക്കൊപ്പം നിന്ന CPM കോട്ടയായ എലത്തൂരിൽ AK ശശീന്ദ്രൻ ഏറ്റുവാങ്ങിയതും കനത്ത തോൽവിയാണ്. മാനന്തവാടിയിൽ OR കേളു, കണ്ണൂർ കോട്ടയിൽ കടന്നപ്പള്ളി എന്നിവർ തോൽവിയറിഞ്ഞു. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിച്ച PV അൻവർ തോറ്റു. പ്രമുഖരുടെ പട്ടികയിൽ KK ശൈലജയും കടകംപള്ളി സുരേന്ദ്രനും ജോസ് K മാണിയും തോൽവിയറിഞ്ഞു. NDA സ്ഥാനാർത്ഥികളായ ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ എന്നിവരും പരാജയപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.